ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വനപാലകർ കർഷകന്റെ വീട് കത്തിച്ച ശേഷം വീട്ടുപകരണങ്ങളടക്കം വിറ്റതായി പരാതി. പാൽക്കുളമേട് സ്വദേശി നിജോ പോളിന്റെ വീടാണ് വനപാലകർ കത്തിച്ചത്. ഉദ്യോഗസ്ഥർ വീട്ടുപകരണങ്ങൾ കടത്തി ആക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. നിങ്ങൾ ഡ്രൈവർ അല്ലേ? എന്റെ പറമ്പിൽ നിന്ന് നിങ്ങൾ മോട്ടിച്ചോണ്ട് പോകുന്ന പോലെ വെച്ചിട്ട് എന്നാ അപ്പൊ നീ ആലേടാ അത് പൊളിച്ചത്? ആ ചേട്ടാ, ഇതെന്റെ പാക്കളമേടുള്ള എന്റെ പെര പൊളിച്ച് കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളായത് കേട്ടോ. എന്താ ഇതെല്ലാം എൻ്റെ കാലികളാ. ഇത് പോലീസ് മാസം എഴുതി പോന്നേക്കുന്ന സാധനമാണല്ലോ ഇത്. ഈ ഇരിക്കണം മൊത്തം അല്ലേ? ഇത് തൂക്കുന്നല്ലേ? ഇത് എന്റെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ചിട്ടാ വന്നത്. അങ്ങനെയാ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞ അങ്ങനെയാ. അല്ല, എന്റെ പെര പൊളിച്ചോണ്ട് വരാൻ എന്റെ പെര പൊളിക്കാൻ മേലുദ്യോഗസ്ഥൻ പറഞ്ഞോ? ചേട്ടാ, എന്റെ പെര പൊളിച്ചോണ്ട് വന്നേക്കുന്ന ആക്രി അത് കുഴപ്പമില്ല. ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാത്തിനുണ്ടല്ലോ, എല്ലാത്തിനും തീരുമാനമുണ്ട്. പപ്പേ നമ്മുടെ സോളാർ പാനലിന്റെ ഫ്രെയിം ഇത് ഇറക്കിയ സാധനം ഇപ്പൊ പോലീസ് വരും. ബിനീഷ് ആന്റണിയുടെ. ബിനീഷ്, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ വാർത്ത വന്നതിന് പിന്നിൽ വനവകുപ്പ് നടപടി എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കോട്ടയം DFO ആണ് ചാർജ്. കോട്ടയം DFO ഇതിന് കൃത്യമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം. ഈ നിജോ പോൾ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഒരാളാണ്. നിലവിൽ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു നിജോ പോളിന്റെ വീട്ടിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തങ്ങളുടെ സ്ഥലത്താണ് താൻ വീട് സ്ഥാപിച്ചിരിക്കുന്നതെന്ന അവകാശവാദം ഉന്നയിച്ച് നിജോ പോളിന്റെ വീടിലെ സാധനങ്ങളെല്ലാം നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ വീട് കത്തി നശിപ്പിക്കുകയുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സൂക്ഷിച്ചിരുന്ന കാപ്പി, കുരുമുളക്, അതോടൊപ്പം തന്നെ ഇവിടുന്ന് പൊളിച്ചു മാറ്റിയ വീട്ടു ഉപകരണങ്ങളെല്ലാം തന്നെ ആക്രിക്കടയിൽ വിറ്റതായി തന്നെയാണ് ഈ നിജോ പോളിന്റെ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. കാരണം ആ നിജോ പോൾ കൃത്യമായ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ട്. ഈ ആക്രിക്കടയിൽ വനവകുപ്പിന്റെ വാഹനത്തിൽ എത്തിച്ച ശേഷം ഈ നിജോ പോളിന്റെ വീട്ടിൽ പൊളിച്ച ഇരുമ്പ് സാമഗ്രികളടക്കം ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആക്രിക്കടയിൽ വിൽക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ നിജോ പകർത്തിയത്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിജോ പോൾ പറയുന്നത് താൻ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നതാണ്, തനിക്ക് റേഷൻ കാർഡുണ്ട്, അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ കരമടയ്ക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെ താൻ മുന്നോട്ട് പോകുമ്പോഴാണ് വനവകുപ്പ് ഈ വീട് ഉൾപ്പെടുന്ന പ്രദേശം വനഭൂമിയാണെന്ന് ആരോപിച്ച് ഈ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു. അതോടൊപ്പം തന്നെ വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ തീയിട്ട് നശിപ്പിച്ച ശേഷം ഈ വീട് പൊളിച്ച ഇരുമ്പ് സാമഗ്രികൾ അടക്കം എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. ഇത് ആക്രിക്കടയിൽ വിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ആക്രിക്കടയിൽ വിറ്റത്? അല്ലെങ്കിൽ ഇത് മാസ്റ്റർ എഴുതി വനവകുപ്പിൽ സൂക്ഷിക്കേണ്ട സാധനമല്ലേ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. ഏതായാലും ഈ ആക്രിക്കടയിൽ വിറ്റത് കൃത്യമായ ഒരു ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ മുമ്പിൽ ഉയർന്നിരിക്കുകയാണ്. ഏതായാലും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പഞ്ചായത്ത് രേഖകളിൽ വീടിന്റെ കരം ഉൾപ്പെടെ ഈ പഞ്ചായത്തിൽ അടച്ചു വരുന്നതാണെന്നാണ് ഈ പാൽക്കുളമേട് സ്വദേശിയായ നിജോ പറയുന്നത്. ഏതായാലും നിജോ പരാതി നൽകിയിട്ടുണ്ട് കളക്ടർക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ നിജോ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ തനിക്ക് അടിയന്തരമായി തന്നെ തനിക്ക് ഒരു നീതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു, അതോടൊപ്പം തന്നെ താൻ സൂക്ഷിച്ചിരുന്ന കുരുമുളകും അതോടൊപ്പം തന്നെ കാപ്പി അടക്കമുള്ളവ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി വനപാലകർ വിറ്റു എന്നാണ് നിജോ പരാതി ഉന്നയിക്കുന്നത്. ഏതായാലും ഇവർക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യ ശരി ബിനീഷ്. ഇടവേള. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കറണ്ട് ബില്ലാകും 0, കാരണം ഇനി എല്ലാ വീട്ടിലും സോളാർ.